നരകത്തിന്റെ അദാബ് നോക്കണേ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമ وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة على الله عز وجل. യശണിയുമായി നടക്കുന്നവർ, തെറ്റുമായി നടക്കുന്നവർ, റബ്ബിന്റെ കൽപ്പന ധിക്കരിച്ച് നടക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ, അവരെ ഹുതമയിലേക്ക് വലിച്ചെറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ, ഹുതമ എന്ത് എന്ന് പ്രവാചകർക്ക് അറിവ് നൽകിയ വസ്തു എന്താണ്? ഹുതമാന പറഞ്ഞാൽ നാറുല്ലാഹ്, അല്ലാഹുവിന്റെ തീയാണ് മക്കളെ. ആരത്തി? നീ ഇവിടെ തീക്കൊള്ളി കൊണ്ട് വരച്ചുണ്ടാക്കുന്ന ഈ തീയല്ല, ഇവിടുത്തെ ഗ്യാസിന്റെ ഈ സ്റ്റൗവിൽ കൂടി കത്തിക്കുന്ന, അടുപ്പത്ത് കത്തിക്കുന്ന തീയല്ല. നാറുല്ലാഹ്, അല്ലാഹുവിന്റെ തീയാണത്. അല്ലതീ തത്വലു അലൽ അഫ്ഇദ, ദുനിയാവിന്റെ തീ കൊണ്ട് കരിഞ്ഞാൽ ബാഹ്യവശം കരിയും, പക്ഷേ അവന്റെ ആർത്തിന്റെ ഉള്ള് കരിയുന്നത് അപൂർവമാണ്. അല്ലതീ തത്വലു അലൽ അഫ്ഇദ, നരകത്തിന്റെ തീ അവന്റെ ഹാർട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിനെ പോലും കരിച്ചു കളയും. അല്ലാഹു അസ്സ വജൽ ഇന്നഹാ അലൈഹിം മുസദാ, ആ തീയിനെ അവരെ മേലിൽ നരകത്തിൽ മൂടപ്പെടുകയാണ്. എന്തിനാ? ഫീ അമദിൻ മുമദ്ദദ, നീട്ടപ്പെട്ട ഇരുമ്പിനാലുള്ള കുന്തങ്ങളിൽ. ഇരുമ്പിന്റെ കുന്തങ്ങൾ മുകളിലേക്ക് മൂടുന്നത് തകിടികളാണ്. ഇരുമ്പിന്റെ ചൂടാക്കപ്പെട്ടത് ഡബിൾ ചൂടായി, തീന്റെ ചൂടും ഈ തകിടിന്റെ ചൂടും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിന്റെ തീയിനേക്കാൾ നരകത്തിന്റെ തീയിനക്ക് 70 ഡിഗ്രി ചൂട് കൂടുതലുണ്ട്. ഖാല റസൂലുള്ളാഹി, ദുനിയാവിന്റെ തീ നിങ്ങൾക്കറിയില്ലേ? 2 വർഷം മുമ്പ് 1 കൊല്ലം പിന്നിട്ടില്ലേ? 2 വർഷമായില്ലേ? അതിന് മുമ്പ് നമ്മുടെ സഹോദരന്മാർ ദുബായിൽ നിന്നിട്ട് പൊന്തി ഉയർന്നു വന്ന വിമാനം മംഗലാപുരത്ത് ബജപ്പയിലെ വിമാനത്താവളത്തിലേക്ക് എത്താനടുത്തായി. സുബ്ഹാനല്ലാഹ്, പൈലറ്റിന്റെ എന്തോ അശ്രദ്ധ കാരണത്താൽ സംഭവിച്ചത് സുബ്ഹാന ജല്ല ജലാലു, അതിന് തീ പിടിക്കുകയും താഴോട്ട് പോയി കാട്ടിലേക്ക് വീഴുകയും അതിലുള്ള ജനങ്ങളെ 158-68 ജനങ്ങളെ കത്തിക്കരിഞ്ഞുപോയി. സുബ്ഹാന ജല്ല ജലാലു, കല്യാണം കഴിച്ചിട്ട് 8 ദിവസം മാത്രം നാട്ടിൽ കൂടി ദുബായിലേക്ക് പോയ സഹോദരൻ പ്രിയദർശനുടെ മുഖം കാണാതെ 3 കൊല്ലമായിരിക്കുകയാണ്. ഭാര്യനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് വരുന്നത്. ഭാര്യ പ്രസവിച്ചിട്ട് കുഞ്ഞിക്ക് 4 കൊല്ലമായ കിടാവിന്റെ മുഖമൊന്ന് കാണാൻ വരുന്ന പിതാവുണ്ട്. ആ കൂട്ടത്തിൽ വാപ്പ മരിച്ചുപോയ പിതാവിന്റെ മയ്യത്ത് കാണാൻ വേണ്ടി വരുന്ന മകനുണ്ട്. ഉമ്മ മരിച്ചുപോയ ഉമ്മാനെ മയ്യത്ത് കാണാൻ വരുന്ന മകളുണ്ട്. സഹോദരിയുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് കല്യാണ ചടങ്ങിൽ എത്താൻ വേണ്ടി വരുന്ന 2 സഹോദരന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, വരുന്നതിന്റെ വിമാനം കയറുന്നതിന്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഫോൺ വിളിച്ച് മക്കളോട് ചോദിച്ചു, മക്കളെ എന്ത് വേണം? കുഞ്ഞി മോനെ, എനിക്കേത് മോഡലിന്റെ ഡ്രസ്സാണ് വേണ്ടത്? എന്താണ് തിന്നാന് വേണ്ടത്? എന്താണ് ധരിക്കാന് വേണ്ടത്? ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണം? വാപ്പ നിങ്ങൾക്ക് എന്ത് വേണം? അതെല്ലാം അവർ പറഞ്ഞത് മുഴുവൻ
മുഴുവനും ശേഖരിച്ച് ബണ്ടമാക്കി കെട്ടാക്കി വിമാനത്തിൽ കയറി വന്ന് തലേ ദിവസം രാത്രി തന്നെ ഭാര്യ പോയി ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ്. മകനെ കാണാൻ 70 വയസ്സുള്ള ഉമ്മയുണ്ട്, 80 വയസ്സുള്ള വാപ്പയുണ്ട്, 3 വയസ്സുള്ള കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഭാര്യയുണ്ട്, സഹോദരന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്. പക്ഷേ വിമാനം കടന്നു വന്നിട്ട് ആ മുഖങ്ങളെ കാണാൻ ഇവർക്ക് സാധിച്ചില്ല. ആ വിമാനത്തിന് തീ പിടിക്കുകയും ആ വിമാനത്തിന്റെ ഇന്ധനമല്ലേ അതിശക്തം കൊണ്ട് കത്തിക്കറിഞ്ഞു. 5 നിമിഷം 10 നിമിഷത്തിന്റെ ഉള്ളിൽ അതിലുണ്ടായിരുന്ന ജനങ്ങൾ മുഴുവനും കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയ കൂട്ടത്തിന് പലരും മയ്യത്തിനെ തിരിച്ചറിഞ്ഞു. ഇതായിരിക്കാമെന്ന് പറഞ്ഞിട്ട് മയ്യത്തിനെ കൊണ്ടുപോയത് 10 മയ്യത്തുകൾ. അതിന്റെ മുഖം കാണുന്നില്ല, മുഖവും മൂക്കും കണ്ണുമെല്ലാം ഒന്നായിരിക്കുകയാണ്. ഇതാരുടെ മയ്യത്താണ് തിരിച്ചറിയുന്നില്ല. ഈ 10 മയ്യത്തുകളെ മംഗലാപുരത്ത് 3 മതത്തിന്റെ കർമ്മപ്രകാരം ആചാരപ്രകാരം ഹൈന്ദവ സമൂഹത്തിന്റെ ഇസ്ലാമിന്റെ ക്രിസ്തുമതത്തിന്റെ 3 മതത്തിന്റെ മതാചാരപ്രകാരം സർവകർമ്മങ്ങളും നടത്തി വലിയ കുണ്ടുകുടിച്ചിട്ട് ഒന്നായിട്ട് 10 മയ്യത്തുകൾ ഇട്ട് മണ്ണ് വാരിയിട്ട് അതിനെ കുടിച്ച് മൂടിയെങ്കിൽ 5 നിമിഷം കൊണ്ട് ദുനിയാവിന്റെ തീ കത്തിക്കരിഞ്ഞപ്പോഴേക്ക് മയ്യത്തിന്റെ പരിചയം കിട്ടിയില്ല. ഈ ചുംബിച്ച ഭർത്താവിന്റെ മുഖം കണ്ടുപിടിക്കാൻ ഭാര്യക്കായില്ല. മുലപ്പാല് കൊടുത്ത് ഉമ്മാക്കി ചുണ്ട് കണ്ടുപിടിക്കാനായില്ല. ഭാര്യക്കായില്ല, മക്കൾക്കായില്ല, ആരുമായില്ല. എങ്കിൽ ദുനിയാവിന്റെ തീ കൊണ്ട് 5 നിമിഷം കൊണ്ട് 10 നിമിഷങ്ങളിലായിട്ട് ഇത്രയും ചുട്ടുകരിഞ്ഞ് ചാമ്പലായി പോകുന്നു എങ്കിൽ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക മൽ ഹുതമാ നാറുല്ലാഹിൽ മൂഖദാ. നാറുല്ലാഹിൽ മൂഖദാ, അത് അല്ലാഹുവിന്റെ തീയാണ്, അല്ലാഹുവിന്റെ തീയാണ്. നാറുല്ലാഹിൽ മൂഖദാ, അല്ലാഹുവിന്റെ തീയാണ്. മക്കളെ, ഇവിടെ ഇന്ധനം നിറച്ചു പോകുന്ന വിമാനത്തിന് പിടിച്ച തീയല്ല, അടുപ്പത്ത് പെണ്ണേനി കത്തിക്കുന്ന തീയല്ല. നാറുല്ലാ, അല്ലാഹുവിന്റെ തീയാണ്. ആ തീയിനിക്ക് ദുനിയാവിന്റെ തീയിനേക്കാൾ 70 ഡിഗ്രി ചൂട് കൂടുതലുണ്ട്. ഖാല റസൂലുള്ളാഹി